ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ RTO എക്സാമിൽ വരുന്ന, അതായത് നമ്മുടെ ലേണേഴ്സ് എക്സാമിൽ വരുന്ന ഒരു 30 ചോദ്യ ഉത്തരങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ അടയാള വാക്കുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ ആ പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്ക് കൂടെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യുക, കാണാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് കയറി കാണുക. അപ്പോൾ ഇന്ന് നമ്മളൊരു 30 ചോദ്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇതിലേറെക്കുറെ നമുക്കൊരു 114 ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്കൊരു 4 സെക്ഷനായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ നോക്കിക്കോ. ഒന്നാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതെന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് വരെ നിങ്ങൾക്ക് തോന്നാവുന്ന ചോദ്യമാണ്. പക്ഷേ ഇത് എന്ത് ചെയ്യാം, ചോദിക്കാം. ഡ്രൈവർ റോഡിൻ്റെ ഏത് വശം ചേർന്ന് വാഹനം ഓടിക്കണമെന്നുള്ളതാണ്. ഓക്കെ, ഏത് വശം ചേർന്നാണ്? ഇടത് വശം ചേർന്നാണ് വാഹനം ഓടിക്കേണ്ടത്. ഓക്കെ, ഡ്രൈവർ റോഡിൻ്റെ ഏത് വശം ചേർന്ന് വാഹനം ഓടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുവശം. രണ്ടാമത്തെ ചോദ്യം നോക്കിയോ. ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഇടതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് കയറേണ്ടത് എങ്ങനെയെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരം ഇടതെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ഈ ഒരു രീതിയിലല്ല കേട്ടോ ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരേണ്ടതെന്ന് പറഞ്ഞാൽ ഇടതുവശത്തേക്കാണ് നമ്മൾ റോഡിലേക്ക് തിരിഞ്ഞ് കയറേണ്ടത്. അപ്പോൾ ഇടതുവശത്തേക്കുള്ള സിഗ്നൽ കാണിച്ച് എന്ത് ചെയ്യുക, നമ്മൾ പ്രവേശിക്കുന്ന റോഡിൻ്റെ ഇടതുവശത്തേക്ക് എന്ത് ചെയ്യണം, കയറണം. ഓക്കെ, ആ രീതിയിലാണ് ഇതിൻ്റെ ഉത്തരം വരേണ്ടത് കേട്ടോ. ഒന്ന് ഓർമ്മിച്ച് പഠിച്ച് വച്ചിരിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കിയോ. ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം വലതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് കയറേണ്ടത് എങ്ങനെയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇടതുവശത്തൂടെ ആയിരിക്കും അല്ലേ, റോഡിൻ്റെ ഇടതുവശത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം, വലത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് കയറേണ്ടതാണ്. അപ്പോൾ എങ്ങനെയെന്നാണ് ഉത്തരം നോക്കിയോ. വലതുവശത്തേക്ക് സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്തോടു കൂടി, അതായത് റോഡിൻ്റെ നടുവിൽ കൂടി പ്രവേശിക്കുന്ന റോഡിൻ്റെ ഇടതുവശത്തേക്ക് എന്ത് ചെയ്യണം, കയറണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, വലതുവശത്തേക്ക് സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്തോടു കൂടി പ്രവേശിക്കുന്ന റോഡിൻ്റെ ഇടതുവശത്തേക്ക് കയറണം. ഇനി അടുത്ത് നമുക്ക് നോക്കാം നാലാമത്തെ ചോദ്യം. കാൽനട യാത്രക്കാർ സീബ്ര ക്രോസിങ്ങിലൂടെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനം ഓടിച്ചെത്തുന്ന ഡ്രൈവർ അനുവർത്തിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം എന്നാണ്. ഓക്കെ, അതിൽ വേറൊന്നുമല്ല, നമ്മുടെ മുൻഗണന കാൽനട യാത്രക്കാർക്കാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. മുൻഗണന നൽകേണ്ട ആർക്കാണ്? കാൽനട യാത്രക്കാർക്കാണ്. അതായത് നമ്മൾ വാഹനം എന്ത് ചെയ്യുക, നിർത്തി കൊടുക്കുക, അവരെന്ത് ചെയ്യുക, കടക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മുൻഗണന ആർക്കാണ്? കാൽനട യാത്രക്കാരനാണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇങ്ങനെയല്ല പരീക്ഷയ്ക്ക് വരുന്നത്, നമുക്ക് എക്സാമിന് വരുമ്പോൾ ഓപ്ഷൻസ് കാണും. നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞ വര ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെല്ലാം? ഓക്കെ, അപ്പോൾ മഞ്ഞ വരയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മഞ്ഞ വര തൊടാനോ മുറിച്ച് കടക്കാനോ പാടില്ല. ഓക്കെ, അപ്പോൾ മഞ്ഞ വരയാണെങ്കിൽ പഠിച്ചു വെച്ചിരിക്കുക, മഞ്ഞവര അതിൽ തൊടുവാനോ അല്ലെങ്കിൽ ആ ഒരു വര മുറിച്ച് കടക്കുവാനോ പാടില്ല എന്നുള്ളതാണ്. ഇനി ആറാമത്തെ ചോദ്യം നോക്കിയേ. മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം? ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നിലെ വാഹനത്തിൻ്റെ ഡ്രൈവറിൽ നിന്ന് സിഗ്നൽ കിട്ടിയ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഓവർടേക്ക് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ പഠിച്ചു വയ്ക്കുക. മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നിലെ വാഹനത്തിൻ്റെ ഡ്രൈവറിൽ നിന്ന് സിഗ്നൽ കിട്ടിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഓവർടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഏഴാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെയാണ്, പഠിച്ചു വെച്ചിരിക്കുക. മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ എന്തെല്ലാം? ഓക്കെ, അത് നോക്കിയോ. ഒരു ഉത്തരത്തിൽ അത്യാവശ്യം കുറച്ച് പോയിന്റുകളുണ്ട്. ഒന്ന് ഇടുങ്ങിയ പാലം, പിന്നെ അതുപോലെ തന്നെ വളവ്, തിരിവ്, ജംഗ്ഷൻ, അതുപോലെ തന്നെ മുൻവശം കാണാൻ പാടില്ലാത്ത കയറ്റം, മറ്റു വാഹനം തൻ്റെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നിലെ വാഹനത്തിൽ നിന്ന് സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. ഇടുങ്ങിയ പാലം, വളവ്, തിരിവ്, ജംഗ്ഷൻ, മുൻവശം കാണാൻ പാടില്ലാത്ത കയറ്റം, മറ്റു വാഹനം തൻ്റെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അതായത് നമ്മുടെ പിന്നിൽ നിന്നൊരു വാഹനം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളും കൂടെ എന്ത് ചെയ്യരുത്, ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ മുന്നിലെ വാഹനത്തിൽ നിന്ന് സിഗ്നൽ കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഓവർടേക്ക് ചെയ്യരുത്. ഇനി ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതെല്ലാം? ഇവിടെ ഉത്തരത്തിലൊരു ജംഗ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ മേളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ എന്ത് ചെയ്യുക, ഓപ്ഷൻ കൃത്യമായിട്ട് നോക്കി അത് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് ചെയ്യുക. ഓക്കെ, മെയിൻ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, ജംഗ്ഷൻ എന്നാണ്. ഇനി ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ട് കേട്ടോ, നിങ്ങൾ ഒന്ന് തിരുത്തി വായിക്കുക. തൻ്റെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം? ഓക്കെ, അതായത് നമ്മൾ വാഹനം ഓടിക്കുകയാണ്, അപ്പോൾ മറ്റൊരു വാഹനം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൽ വേറൊന്നുമല്ല, നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുക. ഓക്കെ, വേഗത കുറച്ച്
ഇടത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകാൻ എന്ത് ചെയ്യണം, അവരെ അനുവദിക്കണം. വേഗത കുറച്ച് ഇടത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകുവാൻ അനുവദിക്കണം. ഇനി 10ാമത്തെ ചോദ്യം നോക്കിയേ. മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ഇടതുവശത്തോടു കൂടി ചെയ്യാവുന്നത് ഓവർടേക്കാണ് കേട്ടോ. മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ഇടതുവശത്തോടു കൂടി ഓവർടേക്ക് ചെയ്യാവുന്നത് എപ്പോഴെല്ലാമാണ് എന്നുള്ളതാണ്. അതാ നോക്കിയോ, വലതുവശത്തേക്ക് തിരിയുന്ന വാഹനം സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്തെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇടതുവശത്തോടു കൂടെ ഓവർടേക്ക് ചെയ്യാം. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇടതുവശത്തോടു കൂടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. പഠിച്ചു വയ്ക്കുക. മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ഇടതുവശത്തോടു കൂടി ഓവർടേക്ക് ചെയ്യാവുന്നത് എപ്പോഴെല്ലാം എന്നാണ് ചോദ്യം. ഇവിടെ ആ ഒരു വേർഡില്ല കേട്ടോ. ഇതിൽ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളത് കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ എന്താണ്, വലതുവശത്തേക്ക് തിരിയുന്ന വാഹനം സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്തെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇടതുവശത്തോടു കൂടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാവുന്നതാണ്. ഇനി 11ാമത്തെ ചോദ്യം നോക്കി. ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഏതു വശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണം? ഏത് വശത്തൂടെയാണ്? വലതുവശത്തൂടെ. ഇടതുവശത്തൂടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഏത് വശത്തൂടെ പാടുള്ളൂ? വലതുവശത്തൂടെ പാടുള്ളൂ. ഇനി വലതുവശത്തൂടെ പോകാവുന്ന സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടല്ലോ, നമ്മളെ 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് അത്. ഇനി 12ാമത്തെ ചോദ്യം നോക്കാം. ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ ഡ്രൈവർ അനുവർത്തിക്കേണ്ടത് എന്തെല്ലാം? ഒരു ജംഗ്ഷനിൽ എത്തുകയാണ്, അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നോക്കിയോ. ഒന്ന്, വേഗത കുറയ്ക്കണം. വേഗത കുറയ്ക്കണം. അതുപോലെ തന്നെ പ്രധാന റോഡുകൾ കൂടിച്ചേരുമ്പോൾ വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിടണം. അതുപോലെ തന്നെ ഷാഹ റോഡിൽ നിന്ന് പ്രധാന റോഡിലെ എല്ലാ വാഹനങ്ങളും കടന്നുപോയ ശേഷം വേണം എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക കേട്ടോ. എന്തൊക്കെയാണ്? വേഗത കുറയ്ക്കണം, പ്രധാന റോഡുകൾ കൂടിച്ചേരുമ്പോൾ വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിടണം. അതുപോലെ തന്നെ ഷാഹ റോഡ്, അതായത് കുഞ്ഞു കുഞ്ഞു റോഡുകളില്ലേ, ഇപ്പോൾ ജംഗ്ഷനിലൊക്കെ ചെറിയ റോഡുകളൊക്കെ വരില്ലേ, അപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യണം, കടന്നുപോയ ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മുന്നോട്ട് പോകാൻ. ഇനി അടുത്ത 13ാമത്തെ ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യം, ഷാഹ റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡ്രൈവർ പാലിക്കേണ്ട തത്വങ്ങൾ എന്തെല്ലാം എന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല. ഒന്നാമത്തെ എന്താണ്, വേഗത കുറയ്ക്കണം. നമ്മൾ ജംഗ്ഷൻ എത്തുമ്പോൾ എന്ത് ചെയ്യണം, വേഗത കുറയ്ക്കണം. ഇനി അടുത്ത് പ്രധാന റോഡുകൾ കൂടിച്ചേരുമ്പോൾ വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിടണം. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി അടുത്തോ, ഷാഹ റോഡിൽ നിന്ന് പ്രധാന റോഡിലെ എല്ലാ വാഹനങ്ങളും കടന്നുപോയ ശേഷം നമ്മൾ എന്ത് പഠിച്ചു വയ്ക്കുക, വേഗത കുറയ്ക്കണം, പ്രധാന റോഡുകൾ കൂടിച്ചേരുമ്പോൾ വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിടണം, ഷാഹ റോഡിൽ നിന്ന് പ്രധാന റോഡിലെ എല്ലാ വാഹനങ്ങളും കടന്നുപോയ ശേഷം വേണം എന്ത് ചെയ്യാൻ, കടന്നു പോകാൻ. ഇനി അടുത്ത് 14ാമത്തെ ചോദ്യം നോക്കിയേ. നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു ഇടുങ്ങിയ പാലത്തെ സമീപിക്കുമ്പോൾ എതിർദിശയിൽ മറ്റൊരു വാഹനം പാലത്തിനടുത്ത് എത്തിയാൽ എങ്ങനെ കടന്നു പോകും? അപ്പോൾ അതിൽ ഉത്തരം നോക്കിയോ, നിർത്തി എതിരെ വരുന്ന വാഹനം കടന്നുപോയ ശേഷം വേണം എന്ത് ചെയ്യാൻ, കടന്നു പോകാൻ. നമ്മൾ പൊതുവേ കാണുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, പക്ഷേ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നിർത്തിയതിന് ശേഷം എതിരെ വരുന്ന ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തെ എന്ത് ചെയ്യുക, കടന്നു പോകാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി 15ാമത്തെ ചോദ്യം നോക്കാം. യു ടേൺ തിരിയുവാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ എന്തെല്ലാം? ഒന്ന്, തിരക്കുള്ള റോഡുകൾ, അതുപോലെ തന്നെ നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ. നമ്മൾ ആ സിഗ്നലുകൾ പഠിച്ച സമയത്ത് നമ്മൾ അതിനകത്ത് പഠിച്ചതാണ്, യു ടേൺ പാടില്ല എന്നുള്ള സിമ്പലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സൈൻ ബോർഡുകൾ വെച്ചിട്ടുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യു ടേൺ ചെയ്യാനായിട്ട് പാടില്ല. ഇനി അടുത്ത്, യു ടേൺ തിരിയാവുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? യു ടേൺ എവിടെയൊക്കെ തിരിയാമെന്നുള്ളതാണ് കേട്ടോ. അതിലൊന്ന്, അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് എന്താണ്, നമ്മളിപ്പോൾ സൈൻ ബോർഡ് കാണും, യു ടേൺ എടുക്കാമെന്നുള്ള സൈൻ ബോർഡ് കാണും, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അതുപോലെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്താത്ത തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, യു ടേൺ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി 17ാമത്തെ ചോദ്യം നോക്കാം. യു ടേൺ തിരിയുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം? ഉത്തരം നോക്കിക്കോ. ഒന്ന്, റിയർ വ്യൂ മിററിൽ നോക്കി പിന്നിൽ നിന്ന് വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വലതുവശത്തേക്ക് സിഗ്നൽ നൽകി എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്താതെ എന്ത് ചെയ്യുക, തിരിയുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് റിയർ വ്യൂ മിററിൽ നോക്കുക. രണ്ടാമത്തെ കാര്യം, പിന്നിൽ നിന്ന് വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തത്, വലതുവശത്തേക്ക് സിഗ്നൽ നൽകുക. അതുപോലെ തന്നെ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്താതെ എന്ത് ചെയ്യുക, തിരിഞ്ഞു പോവുക എന്നുള്ളതാണ്. ഒറ്റ ഉത്തരമാണ്, പഠിച്ചു വയ്ക്കുക. ഇനി 18ാമത്തെ ചോദ്യം നോക്കിയേ. ആശുപത്രിക്ക് മുന്നിലെ പാർക്കിംഗ്, അതായത് ആശുപത്രിക്ക് മുന്നിൽ പാർക്കിംഗ് അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അത് നല്ലതാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, അനുവദനീയമല്ല. ഹോസ്പിറ്റലുകളുടെ മുന്നിൽ അല്ലെങ്കിൽ ആശുപത്രികളുടെ മുന്നിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വാഹനം പാർക്ക് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഇനി 19ാമത്തെ ചോദ്യം നോക്കാം. 19ാമത്തെ ചോദ്യം, നിങ്ങൾ ഓടിക്കുന്ന വാഹനം ട്രാഫിക് പോലീസോ സിഗ്നലോ ഇല്ലാത്ത രണ്ട് പ്രധാന റോഡുകൾ യോജിക്കുന്ന ജംഗ്ഷനിലെത്തുമ്പോൾ ഏത് വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കും?
ഓക്കെ, ഏത് വാഹനങ്ങൾക്കാണ് കൊടുക്കേണ്ടത്? വലതു ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. ഓക്കെ, വലതു ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ഇനി നമുക്ക് 20ാമത്തെ ചോദ്യം നോക്കാം. 20ാമത്തെ ചോദ്യം, ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ വൺ വേ നിയന്ത്രണമുള്ള റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം? ഓക്കെ, ഒരു വൺ വേ ആണെങ്കിൽ അവിടെ ഒരു കാരണവശാലും വാഹനം പുറകോട്ട് ഓടിക്കരുത് എന്നുള്ള നിയമമാണ് നമ്മൾ പാലിക്കേണ്ടത് കേട്ടോ. വാഹനം എന്ത് ചെയ്യരുത്? പുറകോട്ട് ഓടിക്കരുത്. ഇനി 21ാമത്തെ ചോദ്യം നോക്കാം. നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് ഐലൻഡിനെ സമീപിക്കുമ്പോൾ മഞ്ഞ ലൈറ്റ് തെളിയുകയും കെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ കടന്നു പോകണം? ഓക്കെ, അതായത് നമ്മൾ ട്രാഫിക് സിഗ്നലുകളിൽ അല്ലെങ്കിൽ ആ ഒരു ബോർഡുകളിലും മഞ്ഞ ലൈറ്റ്, 3 ലൈറ്റുകളുണ്ട് അറിയാമല്ലോ, പച്ച, മഞ്ഞ, ചുവപ്പ്. അത് ചിലയിടങ്ങളിൽ നമുക്ക് മഞ്ഞ ലൈറ്റ് മാത്രമായിട്ട് കാണാൻ പറ്റും. അത് ചിലപ്പോൾ മിന്നി അണയുന്ന രീതിയിലായിരിക്കും കാണാനായിട്ട്, അത് കത്തുകയും അണയുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും ക്രമീകരിച്ചത്. അപ്പോൾ അത് ആ ഒരു ടൈമിൽ നമ്മൾ എങ്ങനെയാണ് വാഹനവുമായി കടന്നു പോകേണ്ടതെന്ന് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ വാഹനം നിർത്തി അപകട സാധ്യത ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക? കടന്നു പോകണം. ഓക്കെ, വാഹനം നിർത്തി അപകട സാധ്യത ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കടന്നു പോകണം. ഇനി 22ാമത്തെ ചോദ്യം നോക്കാം. 22ാമത്തെ ചോദ്യം, ഹോൺ നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ. ഓക്കെ, എവിടെയൊക്കെയാണ് ഹോൺ നിരോധിച്ചിട്ടുള്ളത്? ആശുപത്രി, കോടതി. ഓക്കെ, പഠിച്ചു വയ്ക്കുക. ആശുപത്രി, കോടതി, ഇവിടെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഹോൺ നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇനി 23ാമത്തെ ചോദ്യം നോക്കാം. റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടെന്നാണ് കേട്ടോ. റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നിലെ വാഹനങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നിലെ വാഹനങ്ങളെ ശ്രദ്ധിക്കാൻ. ഇനി 24ാമത്തെ ചോദ്യം, നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, പൊതുവേ നമ്മൾ കാണുന്നൊരു രീതിയാണ് അല്ലെ, ആരെങ്കിലും കൊണ്ട് ചിടിക്കുക, എന്ത് ചെയ്യുക? നിർത്താതെ പോവുക. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓക്കെ, നോക്കിയോ. വൈദ്യസഹായം ഏർപ്പെടുത്തണം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കണം. ഓക്കെ, പഠിച്ചു വയ്ക്കുക. വൈദ്യസഹായം ഏർപ്പെടുത്തണം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിൽ വിവരം അറിയിക്കണം. ഇനി 25ാമത്തെ ചോദ്യം നോക്കാം. 25ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മലമ്പാതകളിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനം ഏത് ഗിയറിൽ ഇറങ്ങി വരണമെന്നുള്ളതാണ് ചോദ്യം. 25ാമത്തെ ചോദ്യം എന്താണ്? മലമ്പാതകളിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനം ഏത് ഗിയറിൽ ഇറങ്ങി വരണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. അതായത് കയറ്റം നമ്മൾ ഏത് ഗിയറിലാണോ കയറുന്നത് ആ ഒരു ഗിയറിൽ തന്നെ എന്ത് ചെയ്യുക? തിരിച്ചു വരിക. ഓക്കെ, കയറ്റം ഏത് ഗിയറിൽ വാഹനം കയറുമോ അതേ ഗിയറിൽ തിരികെ വരിക. ഇനി അടുത്ത് നോക്കൂ. 26ാമത്തെ ചോദ്യം നോക്കാം. 26ാമത്തെ ചോദ്യം, മലമ്പാതകളിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനം കയറ്റം കയറി വരുന്ന വാഹനങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? മലമ്പാതകളിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനം കയറ്റം കയറി വരുന്ന വാഹനങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം. ഓക്കെ, കയറി വരുന്ന വാഹനത്തിന് മുൻഗണന നൽകണം. ഓക്കെ, അപ്പോൾ ഒരു കയറ്റം വാക്കുകളിലോ അല്ലെങ്കിൽ ഒരു മലമ്പാതകളിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്? കയറി വരുന്ന വാഹനത്തിന് വേണം മുൻഗണന നൽകാൻ. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ഇനി ഒരു 4 ചോദ്യങ്ങൾ കൂടെ ഉള്ളൂ കേട്ടോ. അതും കൂടെ ആകുമ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു സെക്ഷനെ നമ്മൾ അവസാനിപ്പിക്കും. നോക്കി, 27ാമത്തെ ചോദ്യം, വാഹനം ഓടിക്കുന്ന ആൾ കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നലുകളുടെ എണ്ണം. ഓക്കെ, വാഹനം ഓടിക്കുന്ന ആൾ കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നലുകളുടെ എണ്ണം എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അറിയായിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഏതാണ്? വലതുണ്ട്, ഇടതുണ്ട്, സ്റ്റോപ്പ് ഉണ്ട്, സ്ലോ ഡൗൺ ഉണ്ട്, ഓവർടേക്കിംഗ് ഉണ്ട് കേട്ടോ. ഈ 5 സിഗ്നലാണുള്ളത്. പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ, 5 സിഗ്നലുകൾ. ഇനി അടുത്ത് ഇൻഫോർമേറ്ററി ട്രാഫിക് സൈൻ ഏതെല്ലാം? ഓക്കെ, അതായത് നമുക്ക് വിവരങ്ങൾ നൽകുന്ന ട്രാഫിക് സൈനുകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഏതാണ്? ചതുരത്തിലുള്ളവയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇൻഫർമേഷൻ നൽകുന്നത് ഏതാണ്? ചതുരത്തിലുള്ളവയാണ്. ഓക്കെ, ഇനി അടുത്ത് ക്വസ്റ്റനറി ട്രാഫിക് സൈൻ ഏതെല്ലാം? ത്രികോണത്തിലുള്ളവ. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ മുന്നറിയിപ്പ് നൽകുന്നവയാണ്. ഓക്കെ, മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ പറഞ്ഞ ത്രികോണത്തിലുള്ളവ എന്ന് പറയുന്നത് കേട്ടോ. ക്വസ്റ്റനറി ട്രാഫിക് സൈൻസ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത് മാൻഡേറ്ററി ട്രാഫിക് സൈൻ ഏതെല്ലാം? അതായത് നിർബന്ധമായിട്ടും പാലിക്കേണ്ട ട്രാഫിക് സൈനുകളാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വൃത്തത്തിലുള്ളവയാണ്. നമ്മൾ നേരത്തെ പഠിച്ച എന്താണ് ഈ അടയാളങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ 3 ടൈപ്പ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു വീഡിയോ കൂടെ കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് തൽക്കാലം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് തൊട്ട് പിന്നാലെ ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.